എടി എനിക്ക് ഒന്ന് ഒരൊറ്റ സ്പീഡ് കുറച്ച് പോയിക്കേ. ആണോ? ഞാൻ കംഫർട്ടബിളേ അല്ല. പേടിയാന്ന് വെച്ചാല് ഇനോ ഒരു ഇച്ചിരി പയ്യെ പോണം കേട്ടോ. തെറാഫാട്ടോ സമയം എത്രയായി? 4:52. 4:52? ഓ, ഇനി എത്ര നേരം ഉണ്ടോ? നമുക്കൊരു 20-25 മിനിറ്റ് കൂടുതൽ എടുക്കും എന്തായാലും. ആണോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പയ്യനെ പോയിട്ട് കാര്യമില്ല, പരമാവധി കുത്തിക്കയറ്റി പോരാൻ നോക്കുക. എന്റെ ബാക്കിൽ കൂടെ എനിക്ക് വഴി അറിയില്ലല്ലോ, അതല്ലേ പ്രശ്നം. എന്റെ ബാക്കിൽ കൂടെ പോകുന്നേക്ക് പരമാവധി കുത്തിക്കയറ്റി. വണ്ടി ഇടിക്കരുത്, അതാണ്. ഇവിടെ വണ്ടികളായിട്ട് അധികം ഡിസ്റ്റൻസ് ഇടാൻ ശ്രമിക്കരുത്. വേറെയുള്ള കാറുകാരെ ആ ഗ്യാപ്പിൽ കുത്തിക്കയറ്റും. നീ ഇനി എനിക്ക് ഡയറക്ഷൻ കറക്റ്റ് പറയണോ? ലെഫ്റ്റ് റൈറ്റ് വലത്ത് ഇടത്തൊക്കെ കറക്റ്റ് പറയണം. ഇല്ല, ഇത് ഒരൊറ്റ റോഡാ. ഇതെവിടെ ചെന്ന് പാലാരിവട്ടോ? ഇത് പാലാരിവട്ടം സിഗ്നലിൽ കയറി ചെല്ലും. അതായത് നമ്മൾ എടപ്പള്ളിന്ന് വരുമ്പോ വലിയ ഫ്ലൈ ഓവർ പണി നടക്കണതില്ലേ, അതിന്റെ അടിയിൽ നമ്മൾ ചെന്ന് കയറും. പിന്നെ സിഗ്നലിൽ കിടക്കണം. അതുവരെ ഇത് സ്ട്രെയിറ്റ് റോഡാണ്. ഈ വണ്ടികൾ പോണതിന്റെ പിന്നാലെ പോയാൽ മതി. സൂപ്പർ ബൈക്ക് അല്ലേ? ഇരിക്കണം. നല്ല സ്കില്ലുള്ള കാറുകാരെ കണ്ട അവരുടെ പിന്നാലെ പിടിക്കാം. ഞാൻ പുറകെ തന്നെ പോകുന്നുണ്ട്. ലെഫ്റ്റ് എല്ല് കണ്ടു. ലെഫ്റ്റ് ആണ് ഏറ്റവും നല്ലത് ഇവിടങ്ങളില്. തിരി കയറി പോന്നോ? അവിടെ അവൻ കണ്ടിട്ടില്ല സെസ്റ്റിന്റെ സാധനം ഉള്ളത്. അവൻ ഈ സ്വിഫ്റ്റുകാരൻ വഴി കൊടുക്കാത്തോണ്ട്. ആണോ? നമുക്ക് ലെഫ്റ്റ് ആണ്. അവൻ അങ്ങനെ പാഞ്ഞ് ഓവർടേക്കാൻ നോക്കിയതാണ്. അപ്പോഴത്തേക്കും മറ്റേ സാധനം എത്തി. കേട്ടോ, കേറി വാ, എന്റെ ഫ്രണ്ടിൽ കേറി വാ. ഇവിടെ ഒരു ഓട്ടോ ചിലപ്പോ കേറും, കേറിയില്ലെങ്കിൽ നമുക്ക് കയറാം. എടി എനിക്ക് ഒന്ന് ഒരൊറ്റ സ്പീഡ് കുറച്ച് പോയിക്കേ. ആണോ? ഞാൻ കംഫർട്ടബിളേ അല്ല. പേടിയാന്ന് വെച്ചാല് നീ പറ ഏതാ എടുക്കുന്ന, ലെഫ്റ്റോ റൈറ്റ് ആണോ അതെനിക്ക് പറഞ്ഞാൽ മതി. ഇത് റൈറ്റ്. ഇനിയിപ്പോ ബസ് എന്തായാലും ലെഫ്റ്റ് എടുക്കാൻ പറ്റില്ല, സോ റൈറ്റ്. കോപ്പി പറ്റുന്നുണ്ടെങ്കിൽ ഈ കാറുകാരന്റെ ലെഫ്റ്റിൽ കൂടെ കയറേണ്ട വരും. പക്ഷെ അത് വേണ്ടി വരില്ല, ബസ് സ്റ്റോപ്പായി. ഫ്രണ്ടിലാണ് കിടന്ന് കഥകളി കളിച്ചത്. ലെഫ്റ്റ് എടുക്കുവാണ്. എന്നിട്ട് ഞാൻ ഈ കാറിന്റെ ലെഫ്റ്റിൽ കൂടെ തന്നെ ഇവൻ എടുക്കും. ഓക്കെ, ഇതൊക്കെ ഈ റോഡ് സ്ട്രെയിറ്റ് ആണ്. ലെഫ്റ്റ് റൈറ്റ് പറയണതൊക്കെ ഞാൻ കേറുന്നത് മാത്രമായിരിക്കും. ഞാൻ റൈറ്റിൽ കൂടെ കേറുവാണ്. വേഗം വന്നോ, അല്ലെങ്കിൽ ഒരു കാർ ഇപ്പൊ യൂ ടേൺ എടുക്കും അവിടെ. കുഴപ്പമില്ലല്ലോ. ത്രൂ റൈറ്റ്. നേരെ ത്രൂ റൈറ്റ്. ഇതൊരു ചില വണ്ടികൾ ഡേർട്ടി ഓവർടേക്കിംഗ് ചെയ്യും. ഇത്തിരി ലെഫ്റ്റ് പിടിച്ചു പോന്നോ, അടുത്ത വളവേ. ത്രൂ റൈറ്റ്. പലരുടെ പാലം പൊളിച്ചു. എല്ലാരും പൊളിച്ചല്ലേ? നോക്ക്, എത്ര നാളാ ഞാൻ ഈ വഴി വന്നിട്ട്. ഈശ്വര, അവര് പൊളിച്ചതേ പുതിയത് പണിത് തുടങ്ങി. പൊളിച്ചിട്ടേക്കണ സൈഡിൽ കൂടെ കണ്ടോ? എത്ര പൈസയുടെ മുതലാണ് ആര് ചോദിക്കുന്നത്? നമ്മള് ചോദിക്കുന്നില്ല, നമ്മള് ചോദിക്കേണ്ടതാണ്. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആണ് എടുക്കണ്ടേ. സോ ബെസ്റ്റ് കീപ് ലെഫ്റ്റ്. ഞാൻ ലെഫ്റ്റ് എടുക്കുവാണേ. ഈ ഓട്ടോ കയറ്റി ഓട്ടോ ചേട്ടൻ കയറ്റാതെ ഓട്ടോ ചേട്ടൻ്റെ ഫ്രണ്ടിൽ കൂടെ പറ്റുന്നുണ്ടെങ്കിൽ പോയിട്ട് വാ. കമോൺ കമോൺ. ഇനി ലെഫ്റ്റ് കീപ് ലെഫ്റ്റ്.
ഇത് നമുക്ക് ബ്ലോക്കിംഗ് ആണ്, ചെറിയൊരു പ്രശ്നം പറ്റി. കുഴപ്പമില്ല ബ്ലോക്ക്. ഓണടിച്ച് കയറിക്കും. ഓ ഇത് മറ്റേ എന്നും ബ്ലോക്ക് ആയി കിടക്കുന്ന സ്ഥലമായിരുന്നല്ലോ. നമ്മൾ ഇന്ന് ട്രാഫിക് കുറവാണല്ലേ? ഒടുക്കത്തെ ബ്ലോക്കിൽ കിടക്കുന്ന സ്ഥലമാണിത്. മനസ്സിലായി. ഇനി അങ്ങോട്ടാ? നേരത്തെ ഇവിടുന്ന് ലെഫ്റ്റ്. ഓക്കെ ഇനി റൈറ്റ്. ഇവന് റൈറ്റിലേക്ക് വാ. തിരിയാനല്ല, ഇവിടെ വണ്ടികൾ വന്ന് കേറും, അതുകൊണ്ടാ ഞാൻ പറഞ്ഞ റൈറ്റിലേക്ക് വരാൻ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനാന്ന് എനിക്ക് തോന്നണേ. റൈറ്റ് പിടിച്ചു വന്നോ. ഇനി ലെഫ്റ്റ് പിടിച്ചു പോന്നോ. എറണാകുളത്ത് അങ്ങനെ വണ്ടികളെ പെട്ടെന്ന് ലെഫ്റ്റിലോട്ട് വെട്ടിക്കില്ല. ബിക്കോസ് the unwritten rule of Ernakulam. Left side bikers. നീ അങ്ങോട്ടാ റൈറ്റ് പിടിക്കുകയാണോ? ഇല്ല, ഞാൻ മിക്കവാറും പെട്ടിയോട്ടയുടെ പിന്നിൽ തന്നെ ആയിരിക്കും. നിന്റെ ലെഫ്റ്റിൽ ഒരു സ്കൂട്ടറുകാരനുണ്ട് കേട്ടോ. അപ്പം വരും, പൊക്കോട്ടെ. റൈറ്റ് കൂടെ കയറുന്നുണ്ട്. നീ കയറിക്കോ. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഐ ഗീവ് യു സ്പേസ്. Yeah man, thanks my dear boy. No problem. ഇനി നമ്മൾ സ്ട്രൈറ്റ് ഇങ്ങനെ ലെഫ്റ്റ് തന്നെ കയറി പോവാം നമുക്ക്. ഇനി അങ്ങ് ആ ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ വൺ വേ, അപ്പൊ ഇതിൽ കൂടെ വേണമെങ്കിലും കയറിക്കോ. Okay. I am right behind you. ഈ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ ഇട്ടിട്ട് ആൾക്കാർ പറയും അപ്പൊ നിങ്ങൾക്ക് റൂള് വേണ്ടാലേന്ന് ചോദിക്കും. അതുകൊണ്ട് വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട വരും. അത് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയല്ല എല്ലാരും വണ്ടി ഓടിക്കുന്നില്ലേ ഇല്ലേ? നമ്മള് കുറച്ച് അവരുടെ നമ്മള് ഭ്രാന്തന്മാരുടെ കളി കളിച്ചോ? ഇല്ലല്ലോ. Oh yeah baby, come on baby, oh yeah. RX100 ത്രൂ ലെഫ്റ്റ്, കാരണം അപ്പുറത്തുനിന്ന് റൈറ്റിന്ന് മെർജിങ് വരും വണ്ടികള്. അടിച്ചോ? ചേച്ചി കുത്തിക്കേട്ടെ. അയ്യോ എനിക്ക് പറ്റിയില്ല. ഓക്കെ, ആ കാറിന്റെ പിന്നിൽ കൂടെ ഒന്ന് റൈറ്റ് എടുത്ത് വന്നിട്ട് ഇങ്ങോട്ട് കയറാൻ പറ്റും. അല്ലെ കാറിന്റെ പിന്നിൽ കൂടെ തന്നെ വാ. ഇവിടെ എത്തുമ്പോ ഈ സാധനം തീരും, അപ്പൊ ലെഫ്റ്റിൽ കൂടെ അഗെയിൻ നമുക്കൊരു പാസേജ് കിട്ടും. പോന്നോ? ഓക്കെ, ഞാൻ ഒത്തിരി പിന്നിലാണ്. ഭയങ്കര സ്ലോ ആക്കണേ. സ്ലോ ആക്കിയിട്ടുണ്ട്. ചേച്ചീനെ ഞാൻ ഡെഡ് സ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വണ്ടികളുടെ ഒരു പാത്ത് അനുസരിച്ച് പോയില്ലെങ്കിൽ സ്ലോ ആണ്. പിന്നെ ലെഫ്റ്റ് സൈഡ് തന്നെ പോന്നോ? യു ക്യാൻ സീ മീ റൈറ്റ്? അടുത്ത നീ തിരിയുമ്പോ പറയണം. തിരിയുമ്പോ പറയാം. നീ ഒത്തിരി ദൂരെയാണ്, ഞാൻ ഒത്തിരി സ്റ്റക്കാണ്. ചേച്ചിയുടെ പുറകെ സ്റ്റക്കാണ്. ചേച്ചി ഭയങ്കര സ്ലോ, അതാ ഞാൻ ചേച്ചിയുടെ ഫ്രണ്ടിൽ കയറ്റിയേ. ഓക്കെ, ഐ ആം കമിങ് ടു യു. ഓക്കെ, നിന്റെ ഒരു വണ്ടി പുറകില്. ഐ ആം റൈറ്റ്, ഐ ആം ഗോയിങ് ടു റൈറ്റ്. കോപ്പി. നിന്റെ പുറകിൽ ഒരു സ്കൂട്ടർ ഉണ്ട്. ഞാൻ മിക്കവാറും ഈ വണ്ടിയുടെ ബാക്കിൽ കൂടെ കേറും. ഓക്കെ, കോപ്പി ദാറ്റ്. നിന്റെ റൈറ്റ് ബിഹൈൻഡ് യു. ഞാൻ മിക്കവാറും ഇവന്റെ ഉള്ളിൽ കൂടെ ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ ലെഫ്റ്റിലോട്ട് കയറും. പക്ഷെ കിട്ടാൻ വഴിയില്ല, ബിക്കോസ് ഇവിടെ വണ്ടികൾ ഒരു ബസ് നിർത്തിയിട്ടുണ്ട്. ആ ബൈക്ക് പോയാൽ ഞാൻ ലെഫ്റ്റിൽ കൂടെ കേറണ്ട. അത് ഇവിടെ സഡൻ ഡിസിഷൻസ് ആണ് എല്ലാരും. അതുകൊണ്ട് നീ നിന്റെ സ്റ്റൈലിൽ ഓടിച്ചോ. ഞാനൊരു അകലെ ആവുമ്പോ പറ, അതർവൈസ് എന്റെ പിന്നാലെ വാ. കുറച്ചകലെ. ഓക്കെ, ഞാൻ ബസിന്റെ പിന്നാലെ കയറി. ഗോട്ട് ഇറ്റ്. ഞാൻ ബസിന്റെ സൈഡിലുണ്ട്, റൈറ്റ് സൈഡ്. ബസിന്റെ റൈറ്റ് സൈഡ് കയറി. ബസ് അവിടെ സ്റ്റോപ്പ് ഉണ്ട് ഇപ്പൊ തന്നെ. വേണ്ടായിരുന്നു ഇവിടുത്തെ ബസ്. അവിടെ ഒരു ഓട്ടോ യൂ ടേൺ. ഞാൻ ബാക്കിലാണേ. ഐ ആം ജസ്റ്റ് ബിഹൈൻഡ് യു. I am behind you, not just behind, little behind. I am coming. ഞാൻ എത്തി. ഞാൻ ആ സ്ലോ ചേച്ചീനെ ഒന്ന് ഓവർടേക്ക് ചെയ്തു. ഞാൻ ഈ പച്ച ബസിന്റെ പുറകിലുണ്ട്. just behind you. നീ എന്നെ മുന്നിൽ കയറിക്കോ. ഓക്കേ,
നിർത്തിയിട്ടൊക്കെ നോക്കി. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ബസ് സ്റ്റോപ്പ്. ഓട്ടോ സ്റ്റോപ്പും ബസ് സ്റ്റോപ്പും ഒക്കെ അവർക്ക് ബ്ലോക്കിൽ തന്നെ നിർത്തി. സ്ലോ ചേച്ചി നമ്മുടെ മുന്നിൽ കയറി. സ്ലോ ചേച്ചി അപ്പുറത്തെ കൂടെ കയറിയിട്ട് അവിടെ ചെന്ന് സ്ലോ ആയിട്ട് നിർത്തിയിട്ടുണ്ട്. റെക്കോർഡിംഗ് ഓണല്ലേ നോക്കിയടി? ആ റെക്കോർഡിംഗ് ഓണാണ്. പൊളിക്കും. എത്ര ദൂരം വരെ ഉണ്ടാവും? ഇനി ഇവിടുന്ന് ഒരു 15 മിനിറ്റ് ഉണ്ടാവും. സമയം 5:05. ഓക്കെ, നോ പ്രോബ്ലം. 5 മിനിറ്റ് ഫാസ്റ്റ്. ഇവന്മാര് ഇവിടെ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ നിർത്താ എന്നിട്ട് പയ്യനെ ഇങ്ങനെ നോക്കാം ഇങ്ങോട്ട് വരാം. യെസ്, കമോൺ. ഇവിടെ എന്നിട്ട് ഇങ്ങോട്ട് ലെഫ്റ്റ് അടിക്കാം. അവന്മാരെ കുത്തിക്കയറ്റ്. ഞാൻ ലെഫ്റ്റ് എടുക്കുവാണേ ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന്. ലെഫ്റ്റിൽ കൂടെ തന്നെ കയറ്റി അങ്ങ് ഫ്രണ്ടിൽ കൊണ്ടുപോയി നിർത്തണേ. സിഗ്നൽ വീണിട്ടുണ്ട്. ട്രൈ ടു കം ത്രൂ ലെഫ്റ്റ്. ജസ്റ്റ് സിഗ്നൽ വീണു. ഇപ്പൊ കുഴപ്പമില്ല. നേരെ ഞാൻ കയറ്റി എടുത്തു. ഓക്കെ, ഐ ഗോട്ട് ഇറ്റ്. കോപ്പി. പേടിക്കണ്ട, ഇവിടെ വണ്ടികളൊക്കെ സ്ലോ ആണ്. പേടിക്കണ്ട, അതെന്തിനാ പേടിക്കണേ? സോളോ റൈഡറോടാണ് ഞാൻ പറയണേ, പേടിക്കണ്ട. കാലം പോയ പോക്കേ. ഇപ്പോഴാണ് എനിക്ക് എന്റെ ഒരു റൈഡിങ് ഫീൽ വരുന്നത്. ഇതാണ് എനിക്കൊരു സുഖം. കാരണം ഓടിച്ച് ശീലമായിട്ട് ഇങ്ങനെ ഓടിച്ചാൽ മനസ്സിനൊരു സന്തോഷമുള്ളൂ. പൾസർ ആണെങ്കിൽ നമുക്ക് വളച്ചോടത്ത് കിടക്കും. ഈ സാധനം വളച്ചോടത്തൊന്നും നിക്കണില്ല. പുറകിലൊരു ചേട്ടനെ പിടിച്ചേനെ. ചേട്ടന്റെ കയ്യേ ഉള്ളൂ നിന്റെ പുറകിലൊന്ന് ഇടിച്ചിട്ട്. നിർത്തലേ നിർത്തുന്നേ അവിടെ. Man, this is Kochi. That is Kochi private buses. ഈ കൊച്ചിയിലെ പ്രൈവറ്റ് ബസ്സിന്റെ കളർ നീലയാക്കിയത് തന്നെ അവന്മാര് ചോര ബസ് ചുമന്ന ബസ് ആണല്ലോ. അപ്പൊ ഫുൾ ആക്സിഡന്റ് അതാണെന്ന് പറഞ്ഞ് എല്ലാരും കളിയാക്കുന്നത്. സത്യത്തിൽ എന്താ കോർപ്പറേഷന്റെ കളർ വെച്ചിട്ടാണ്. പക്ഷെ ചുമന്ന ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോര ബസ് എന്നുള്ളൊരു ലെഫ്റ്റും ബ്രേക്കും. ചില സമയത്ത് ഞാൻ ലെഫ്റ്റ് പറയുമ്പോഴേക്കും ഞാൻ റൈറ്റ് തിരിഞ്ഞിട്ടുണ്ടാവും. അത് കുഴപ്പമില്ല, മനസ്സിൽ തോന്നുന്നു. And I just gotta keep it cool, and I'll be treated like a tool. So don't be acting like a fool. Look at you sobbing like a moon, tryna get everybody's cool. Go ahead and jump into the pool. It might just be the time for you to